കാന്തപുരത്തിന്റെ തിരികേശം അതാ ഇപ്പോൾ ചർച്ചയാകുന്നത്. കുറച്ച് ദിവസങ്ങളായി ഇതിങ്ങനെ ചർച്ചയാണ്. ഇപ്പോൾ അബ്ദുള്ള പറയുന്നത് കാന്തപുരത്തിന് എവിടെ നിന്നാണ് തിരികേശം ലഭിച്ചത്? അത് പ്രവാചകന്റെ മുടിയാണെന്ന് തെളിയിക്കുന്ന യാതൊരു രേഖയുമില്ല. എവിടെ സൂക്ഷിച്ചെന്ന് തെളിയിക്കാത്ത കാലത്തോളം എങ്ങനെ പ്രവാചകന്റെ കേശമെന്ന് പറയും? ഇങ്ങനെ പറയുന്ന കാന്തപുരത്തിനെ അറസ്റ്റ് ചെയ്യണം എന്നാണ് അബ്ദുള്ള പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ പ്രവാചകന്റെ കേശം കാന്തപുരത്തിന്റെ കയ്യിലുണ്ടോ? അത് ചോദ്യം വളരെ ന്യായമാണ്. ചോദ്യം വളരെ പഴയതുമാണ്. കുറച്ചു കാലം പഴക്കമുള്ളതാണ്. കാന്തപുരം AP അബൂബക്കർ ഉസ്താദ് ഈ മുടിയുമായി പ്രവാചകൻ്റെ മുടിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന കാലം തൊട്ട് തന്നെ വിവാദ വിഷയമാണത്. അദ്ദേഹം കൊണ്ടുവന്ന മുടി പ്രവാചകൻ്റേതല്ല എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വാസപരമായി അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കേണ്ട സുന്നി വിഭാഗം തന്നെ വലിയ തോതിൽ അതിനെ കൗണ്ടർ ചെയ്തതാണ്. യാതൊരു തെളിവില്ല. ഒന്നാമത്തെ കാര്യം അതിൻ്റെ സനദ് എന്താ പറയുക, അതിൻ്റെ അടിത്തറ. പ്രവാചകൻ്റെ മുടി കിട്ടണമെങ്കിൽ 7-ാം നൂറ്റാണ്ടിലാണല്ലോ പ്രവാചകൻ ജീവിച്ചത്. അപ്പോൾ 1570 6-ാം നൂറ്റാണ്ടിലാണ് ജനിച്ചത്. അപ്പോൾ പ്രവാചകൻ്റെ മുടി ഈ 21-ാം നൂറ്റാണ്ട് വരെ എത്തിയെങ്കിൽ എത്ര കൈമറിഞ്ഞു വന്നിട്ടുണ്ടാകും? ആരാണ് പ്രവാചകൻ്റെ മുടി സൂക്ഷിച്ചത്? പ്രവാചകൻ്റെ മുടി ആരെങ്കിലും പ്രത്യേകിച്ച് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതായിട്ട് ചരിത്രത്തിൽ രേഖയൊന്നുമില്ല. പ്രവാചകൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഹദീസുകൾ എന്ന് പറയും. പ്രവാചകൻ്റെ ജീവിതം മുഴുവൻ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മിക്കവാറും ഖുർആനിലെ ഓരോ സന്ദർഭങ്ങളിലും പ്രവാചകൻ്റെ ജീവിതമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വേദപ്രമാണങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു മുടി പ്രവാചകൻ തൻ്റെ മുടി പ്രത്യേകിച്ച് മുറിച്ചെടുത്തിട്ടോ അല്ലെങ്കിൽ വടിച്ചെടുത്തിട്ടോ ആരെയെങ്കിലും പ്രത്യേകിച്ച് ചുമതലപ്പെടുത്തിയതായിട്ട് രേഖകളില്ല. പിന്നെ ഇനി അങ്ങനെ ആർക്കാദ്യം കിട്ടി? അത് പിന്നെ കൈമാറി വന്നത് ആരുടെ കയ്യിലായിരുന്നു? എവിടെയാണ് ഉണ്ടായിരുന്നത്? ഏത് മ്യൂസിയത്തിലാണ് ഉണ്ടായിരുന്നത്? ഏത് പള്ളിയിലാണ് സൂക്ഷിച്ചത്? ഒന്നിനും യാതൊരു രേഖയുമില്ലാതെ 21-ാം നൂറ്റാണ്ടിൽ ഇത് പ്രത്യക്ഷപ്പെടുകയാണ്. ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് 20-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ ഇത് ചിലയിടത്ത് അവകാശപ്പെട്ടിട്ടുണ്ട് ചിലർ. കാശ്മീരിലെ ഒരു അസ്രത് ബാൽ പള്ളിയിൽ ഇങ്ങനെ പ്രവാചകൻ്റെ മുടിയുള്ളതായിട്ട് അവകാശവാദം വന്നിട്ടുണ്ട്. പിന്നീട് ഞാൻ കണ്ടത് പ്രവാചകൻ്റെ മുടിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വെല്ലൂരിൽ നിന്ന് ചില മതപണ്ഡിതന്മാർ പ്രവാചകൻ്റെ മുടി ആണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട പുണ്യവും മുടി മുക്കിയ വെള്ളവും ഒക്കെ വിറ്റിരുന്ന ഒരു കാലമുണ്ട്. മുടി കിട്ടുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് പരമ്പരാഗതമായി സൂക്ഷിച്ചു വെച്ച ഒരു അറബ് പണ്ഡിതൻ എനിക്ക് തന്നു എന്നൊക്കെയാണ്. അതാര്, എവിടുന്ന്, എങ്ങനെയെന്നൊന്നും വ്യക്തമല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ അനുയായികൾ, ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് അദ്ദേഹത്തെ അങ്ങേയറ്റം ജീവന് തുല്യം സ്നേഹിക്കുകയും ധാരാളമായി അദ്ദേഹത്തെ അങ്ങേയറ്റം കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന അനുയായികൾ ധാരാളമുണ്ട്. ആ അനുയായികൾ അദ്ദേഹം എന്ത് പറയുന്നുവോ അത് വിശ്വസിക്കുന്നു. ഇത് പ്രവാചകൻ്റേതാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ അത് വിശ്വസിക്കുകയും അതിനെ ചോദ്യം ചെയ്യാതിരിക്കുകയും അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അവിടം കൊണ്ട് അവസാനിച്ചില്ല. ഇനി പ്രവാചകൻ്റെ മുടിയാണെങ്കിൽ തന്നെ അന്ന് സത്യത്തിൽ ഈ AP ഗ്രൂപ്പ് സുന്നിയെ, കാന്തപുരത്തിൻ്റെ ഗ്രൂപ്പിന് അതാണ് പറയുക. AP ഗ്രൂപ്പ് EK ഗ്രൂപ്പുമാണ് സുന്നിയിലെ 2 പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ. പ്രധാനപ്പെട്ട 4 ഗ്രൂപ്പുകളുണ്ട് സുന്നിയിൽ, അതറിയോ? സുന്നിയിൽ 4 പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് EK ഗ്രൂപ്പ്, ഒന്ന് AP ഗ്രൂപ്പുമാണ്. അതിൻ്റെ കൂടെ 2 ഗ്രൂപ്പുകളും കൂടിയുണ്ട്. ഒന്ന് ദക്ഷിണ കേരള ഗ്രൂപ്പ്, ഞങ്ങളുടെ മലബാറിലുള്ള സമസ്തയുടെ സമാന്തരമായിട്ട് ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട്. വേറൊന്ന് സമസ്ഥാന എന്ന് പറഞ്ഞൊരു വേറെ ഗ്രൂപ്പുണ്ട്. അപ്പോൾ സമസ്ഥാന, പിന്നെ കാന്തപുരം, പിന്നെ ദക്ഷിണ കേരള, 4 പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഗ്രൂപ്പാണ്. ഈ അനുയായികൾ എണ്ണത്തിലല്ല ഞാൻ പറയുന്നത്, ശക്തിയിൽ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ നടത്തുന്ന, ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാരെ അറിയപ്പെടുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ സുന്നി പണ്ഡിതന്മാർക്ക് സമൂഹത്തിൽ വലിയ നിലയും വിലയും ഒക്കെ ഉണ്ടാക്കിയ ഒരു പണ്ഡിതനാണ് കാന്തപുരം. മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ലീഗ് ഇല്ലെങ്കിലും ഞങ്ങൾ സുന്നിയാകും എന്ന് വാദിച്ച ആളാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ആദ്യം പിന്തുണ കൊടുത്തിരുന്നത് കോൺഗ്രസിനകത്തെ കരുണാകരൻ ഗ്രൂപ്പാണ്. പിന്നീട് പിന്തുണ കൊടുത്തത് CPM ആണ്. അപ്പോൾ അവരാണ് ഈ അരിവാൾ സുന്നി എന്നാണ് അറിയപ്പെടുന്നത്. ഓർമ്മയില്ലേ? അരിവാൾ സുന്നി എന്ന് പറഞ്ഞാൽ AP വിഭാഗം സുന്നി എന്നാണ്. അവരെ ലീഗ് വിഭാഗം സുന്നികൾ ധാരാളമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പള്ളികളിൽ തർക്കമുണ്ടായിട്ടുണ്ട്, അടിപിടിയും കലശവും ഉണ്ടായിട്ടുണ്ട്, ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട്, കൊലപാതകം പോലും നടന്നിട്ടുണ്ട്, വലിയ കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവം ഉള്ള ഒരു പാരമ്പര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ CPM ഇടതുപക്ഷം വലിയ തോതിൽ AP ഗ്രൂപ്പിൻ്റെ വക്താക്കളാണ്. അതുകൊണ്ട് തന്നെ തിരിച്ച് AP സുന്നി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കുമായിരുന്നു അടുത്ത കാലം വരെ. ഇപ്പോൾ അതിൽ മാറ്റം വരുന്നതേ ഉള്ളൂ പതുക്കെ. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് CPMൻ്റെ പ്രമുഖനായ നേതാവ് പിണറായി വിജയൻ കാന്തപുരത്തിൻ്റെ ഈ മുടിക്കെതിരായിട്ട് രംഗത്ത് വന്ന ഓർമ്മയില്ലേ? മുടി എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ബോഡി വേസ്റ്റാണ്. ആ പ്രസ്താവനയിൽ അപകടമുണ്ട് തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ മതവിശ്വാസത്തെ മാനിക്കുന്ന ഒരു നാട്ടിൽ
ഇപ്പോൾ പ്രവാചകൻ്റെ മുടിയാണെങ്കിൽ സത്യത്തിൽ മുഖ്യമന്ത്രി പറയേണ്ടിയിരുന്ന അങ്ങനെയല്ല. ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അന്നത്തെ പാർട്ടി നേതാവ് പിണറായി വിജയൻ പറയേണ്ടിയിരുന്നത് ഇത് പ്രവാചകൻ്റെ മുടിയാണെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനാവശ്യമായ രേഖകളും പ്രമാണങ്ങളും ആവശ്യപ്പെടേണ്ടിയിരിക്കുന്നു. വേണമെങ്കിൽ ഒരു അന്വേഷണം നടത്തിയിട്ട് തെളിയിക്കണമെന്നും അദ്ദേഹത്തിന് ആവശ്യപ്പെടാം. മറ്റേത് ഇനി പ്രവാചകൻ്റേതാണ് മുടിയെന്ന് വെച്ചോളൂ, അപ്പോൾ ബോഡി വേസ്റ്റ് ആകുന്നത് എങ്ങനെയാണ്? ജീവനായിട്ട് പ്രവാചകനെ സ്നേഹിക്കുന്നവർ, ഇപ്പോൾ യേശുവിൻ്റെ അനുയായികൾ, മോസസിൻ്റെ അനുയായികൾ, ശ്രീകൃഷ്ണൻ്റെ അനുയായികൾ, ശ്രീരാമൻ്റെ അനുയായികൾ ഒക്കെ തന്നെ പ്രവാചകന്മാരുടെ അനുയായികളോട് നേരിട്ട് നിങ്ങളുടെ പ്രവാചകൻ്റെ മുടി ബോഡി വേസ്റ്റ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കാരണം പ്രവാചകൻ്റെ നിന്ന് നേരിട്ട് കിട്ടിയതാണെങ്കിൽ. പക്ഷെ ഈ കാന്തപുരം അതുപോലും തെളിയിച്ചിട്ടില്ല, ആളുകളുടെ മുമ്പിൽ തെളിവില്ല. ഇപ്പോഴത്തെ പ്രശ്നം അതുമല്ല. എന്താ ചോദിക്കാൻ വന്നേ? ഞാൻ ചോദിക്കുന്നത്, ഈ ക്രിസ്ത്യാനികളിലൊക്കെ വിശുദ്ധയാക്കണം, മദർ തെരേസയൊക്കെ വിശുദ്ധയാക്കി, നമ്മുടെ അൽഫോൺസ അമ്മയെ അതുപോലെ എന്തെങ്കിലും കാന്തപുരം പ്രതീക്ഷിക്കുന്നുണ്ടോ? തൻ്റെ മരണശേഷം ഇങ്ങനെ ഈ കേശം വച്ചിരുന്ന ആളെന്നുള്ള രീതിയിൽ, പ്രവാചകന്റെ കേശമുള്ള ഒരേ ഒരാൾ എന്നുള്ള രീതിയിൽ താൻ ഇങ്ങനെ വാഴ്ത്തപ്പെടണം മരണശേഷവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഉദ്ദേശം കാന്തപുരത്തിനുണ്ടോ? അത് ഇത് രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കണ്ട. പ്രവാചകന്റെ മുടി ഇപ്പൊ തന്നെ നല്ല മൂല്യമുള്ള, വിപണന മൂല്യമുള്ള ഒന്നാണ്. പ്രവാചകന്റെ മുടി എവിടെയൊക്കെ വെച്ചു എന്ന് പറയുന്നുണ്ടോ അവിടെയൊക്കെ ഈ പാവങ്ങളായ വിശ്വാസികൾ പോയി അതിനെ ബഹുമാനിക്കുകയും അതിനെ ആദരിക്കുകയും മുടി മുക്കിയ വെള്ളം പുണ്യപ്പെട്ടതാണ് എന്ന് വിചാരിച്ച് കൊണ്ടുപോയി കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രൂവ് ചെയ്യേണ്ടത് ഇത് പ്രവാചകന്റെ മുടിയാണെന്ന് ഇന്ന് വരെ ആരും തെളിയിച്ചതായിട്ട് ആരും വിശ്വസിക്കുന്നില്ല. കാന്തപുരത്തിൻ്റെ എതിരാളികൾ തന്നെ അത് തെളിയിച്ചിട്ടുള്ളതാണ്. തെളിവൊന്നും ആരും കാണിച്ചിട്ടില്ല. 2, കാന്തപുരം വിശുദ്ധനായി തീരുമോ എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട, ഉറപ്പാണ്. ഇപ്പോൾ അവിടെ നോളജ് സിറ്റി എന്ന് പറയുന്ന വലിയൊരു സമുച്ചയം വന്നിട്ടുണ്ട്. ഒരുപാട് കോളേജുകൾ, സ്ഥാപനങ്ങളുണ്ട്, അതിമനോഹരമായൊരു പള്ളിയുണ്ട്, അവിടെ എല്ലാതരം സാംസ്കാരിക കേന്ദ്രങ്ങളുണ്ട്, ഒരു വലിയ അക്കാഡമിക് കോളേജുകളുണ്ട്, ഒക്കെ ഉണ്ട്. അവിടെ ഇപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ദീർഘായുസ് ഉണ്ടാവട്ടെ, നമുക്ക് നല്ലതാണ്. അദ്ദേഹം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, എല്ലാ മതപണ്ഡിതന്മാരും ചെയ്യുന്നത് പോലെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ നല്ല കാര്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം അവിടെ സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പേരിലായിരിക്കും ആ പള്ളി അറിയപ്പെടുക. അദ്ദേഹമായിരിക്കും അവിടുത്തെ പ്രധാനപ്പെട്ട, അദ്ദേഹത്തിൻ്റെ മക്ബറയും ജാറവും ഒക്കെ ആയിരിക്കും പ്രധാനപ്പെട്ട കേന്ദ്രം. അത് വലിയ വ്യാപാര വിപണന കേന്ദ്രമായി തീരുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അവശേഷിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ചോദ്യം അതല്ല. ഇദ്ദേഹം ക്ലെയിം ചെയ്യുന്നത് ഈ മുടി വളരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടുവച്ച മുടി അത് പുതിയ വാദമാണ്. പ്രവാചകന്റെ മുടിക്ക് ജീവനുണ്ട്. മുടി എന്ന എന്തൊക്കെ പറഞ്ഞാലും ഈ ബോഡി വേസ്റ്റ് എന്ന പ്രയോഗം, പ്രവാചകന്റെ മുടിയാണെങ്കിൽ ഞാൻ അതിനെ ബോഡി വേസ്റ്റ് എന്ന് വിളിക്കുന്നില്ല. ഞാൻ ഒരു പ്രവാചകൻ്റെ, ഇപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ ശ്രീകൃഷ്ണൻ്റെ പീലി തിരുമുടി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ ഒരു സാധാരണ മയിൽപീലിയായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം അതൊരു പുണ്യപുരുഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന് ഡ്യൂ ഓണർ കൊടുക്കണം, ബഹുമാനം കൊടുക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം മനുഷ്യൻ ബഹുമാനിക്കുന്നതിനെ നമുക്കും ബഹുമാനിക്കാം. അൺടിൽ ആൻഡ് അൺലെസ്, ഏതുവരെ ആ ബഹുമാനം കൊണ്ട് ഭൂമിയിൽ ആർക്കും ദ്രോഹമില്ല. അയാൾക്ക് സംതൃപ്തി ഉണ്ടെങ്കിൽ അതിനെ ബഹുമാനിക്കണം. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമേ ഉള്ളൂ, എൻ്റെ മുടി പ്രവാചകൻ പറയണം. പ്രവാചകൻ ഒരുപാട് അത്ഭുത കൃത്യങ്ങൾ ചെയ്ത ഒരാളാണ്, കാണിച്ച ഒരാളാണ്. അത് എന്തുകൊണ്ടാണ്? ദൈവികമായ സിദ്ധി കൊണ്ടാണ്. 300 പേര് പോയിട്ട് 1000 പേരോട് ജയിച്ചിട്ടുണ്ട്. അതാണ് ബദർ യുദ്ധം എന്ന് കേട്ടിട്ടില്ലേ? പ്രവാചകൻ, അതൊക്കെ ദിവ്യസിദ്ധി കൊണ്ടാണ്. ദൈവത്തിൻ്റെ സിദ്ധി ഉണ്ടായാൽ എന്താ നടന്നുകൂടാത്തത്? പക്ഷേ ചോദ്യം ഇതാണ്, എൻ്റെ മുടി ജീവനുള്ളതാണ്. ഭൂമിയിൽ ജീവനുള്ളൊരു മുടിയുണ്ട്, അത് എൻ്റെ മുടിയാണ്, അത് മുറിച്ച് വെച്ചോളൂ, അത് വളർന്നോളും എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല എവിടെയും. അത് പ്രൂവ് ചെയ്യാത്ത കാലത്തോളം എങ്ങനെയാണ് മുടി വളരുക? പ്രവാചകന്റെ കർമ്മവും വാക്കുകളും ലോകത്തിന് വഴി കാട്ടിയതുകൊണ്ടും വെളിച്ചം വീശിയതുകൊണ്ടുമാണ് ആളുകൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്, പ്രവാചകനായി കരുതുന്നത്. അല്ലാതെ അദ്ദേഹം മരിച്ചപ്പോൾ, അങ്ങനെയാണെങ്കിൽ മരിച്ചുപോയ പ്രവാചകന് അങ്ങനെയാണെങ്കിൽ ഞാൻ മരിച്ചാലും ജീവിക്കുന്നു പറയണ്ടേ? പറഞ്ഞിട്ടില്ലല്ലോ. വേണ്ടേ? ആ മുടി, അദ്ദേഹത്തിന്റെ മുടിക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ശരീരം മാത്രം മരിച്ചു പോകണോ? അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഓരോ മരണ ദിവസവും ആളുകൾ വലിയ പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. അത് കാന്തപുരം നടത്തുന്നുണ്ടല്ലോ. മരിച്ചുപോയ ഒരാൾക്ക് ജീവനില്ലെങ്കിൽ പിന്നെ മരിക്കുന്നതിന് മുമ്പ് മുറിച്ചു വെച്ച മുടിക്ക് എങ്ങനെ ജീവൻ ഉണ്ടാകുന്നത്? അതുകൊണ്ട് അട്ടർ നോൺസെൻസ് ആണ്. ആർക്ക്? യഥാർത്ഥ മതവിശ്വാസിയുടെ പോലും ലോജിക്കിനെയും വിശ്വാസത്തെയും ചോദ്യം ചെയ്യുന്നതാണ് ഈ പ്രസ്താവന. അങ്ങനെ പ്രസ്താവന നടത്തുന്നത് ഒരു ബേസ്ലെസ് ആണ്. ഒന്ന് അടിസ്ഥാനരഹിതമാണ്, മതപ്രമാണങ്ങളിൽ ബേസില്ല, ശാസ്ത്രീയമായി തെളിയിക്കാനാവില്ല. 2, അത് പറയുന്നത് ഈ പാവങ്ങളായ ആളെ, ഇദ്ദേഹത്തെ ദൈവത്തെ പോലെ, അല്ലെങ്കിൽ ദൈവമായിട്ടല്ലെങ്കിൽ പോലും ദൈവത്തോട് അടുത്ത ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു പുണ്യപുരുഷൻ എന്ന നിലയിൽ ആരാധിക്കുന്ന മനുഷ്യരാണ് പാവങ്ങളായ ഭക്തന്മാർ. അവരെ പറ്റിക്കലുമാണ്. ഇതാ ഞാൻ പറയുന്നു, ഇത് പ്രവാചകന്റെ മുടിയാണെന്ന് മാത്രമല്ല, ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഇത്ര സെൻറ്റിമീറ്റർ വളർന്നിരിക്കുന്നു. ഇന്ത്യൻ പീനൽ കോഡിൽ നുണ പറയുന്നതിനും പറ്റിക്കുന്നതും കുറ്റകരമാണെങ്കിൽ, വഞ്ചന കുറ്റകരമാണെങ്കിൽ അത് ശിക്ഷാർഹമായ കുറ്റമാണ്. അന്വേഷണം നടത്തണം,
ശരിയാണോ ഈ പ്രസ്താവന എന്നറിയണം. അങ്ങനെ ഒരു മുടിയുണ്ടോ, അത് വളരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അടിയന്തരമായിട്ട് ഇപ്പോൾ ഒ അബ്ദുള്ള സാഹിബ്, തീർച്ചയായിട്ടും ഒ അബ്ദുള്ള മലയാളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് അത് അദ്ദേഹം ആവശ്യപ്പെടുന്നതിൽ ന്യായമുണ്ട്, ഇക്കാര്യത്തിൽ ന്യായമുണ്ട്. അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് അടിയന്തരമായി അത് അന്വേഷിക്കാൻ, ആ മുടി കസ്റ്റഡിയിലെടുത്ത് അന്വേഷിക്കാൻ ഒരു ഉത്തരവിടുകയാണ് കേരള സർക്കാർ ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും ഈ മുടി, കാന്തപുരത്തിൻ്റെ കയ്യിലിരിക്കുന്ന പ്രവാചകന്റെ മുടി കേവലം ബോഡി വേസ്റ്റ് ആണ് എന്നൊരു കാലത്ത് കേരളത്തെ പഠിപ്പിച്ച പിണറായി വിജയനാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഇന്നലെ പറഞ്ഞത് അദ്ദേഹം ഇന്നും ഓർക്കുന്നുണ്ടെങ്കിൽ, തൻ്റെ വാക്കുകളോട് അദ്ദേഹത്തിന് തന്നെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹം അന്വേഷിക്കാൻ ഉത്തരവിടുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും ഹാപ്പിയാണോ മാഷേ? താങ്ക് യു.